ധാരാളം മുളങ്കാടുകളുള്ള പ്രദേശമാണ് നമ്മുടെ കേരളം. ഇപ്പോൾ ഇത് വ്യാവസായികമായി കൃഷി ചെയ്യുന്ന ഒരു പതിവുമുണ്ട്. പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് മുള. മുളങ്കാടുകൾ കാണുവാൻ തന്നെ ഒരു ഭംഗിയാണ്. എണ്ണമില്ലാത്ത ഉപയോഗങ്ങളാണ് ബ്രാഞ്ചുകളില്ലാതെ വണ്ണം കുറഞ്ഞ് നല്ല ഉറപ്പും ഉയരവുമുള്ള ഈ വൃക്ഷം. വീട് നിർമ്മാണം, റിസോർട്ടുകൾ, ഫർണിച്ചർ, പാത്രങ്ങൾ, ഇങ്ങനെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്നും ലഭ്യമാണ്. സോയിൽ ഇറോഷന് ഒരു ഉത്തമ കൃഷിയാണ് മുള. സോയിൽ ഇറോഷൻ തടയുവാൻ ഈ മുളയ്ക്ക് പറ്റും. ഇതിൻ്റെ വേര് പടർന്ന് മണ്ണിന് വളരെ ഉറപ്പ് നൽകുകയും അതുവഴി മണ്ണൊലിപ്പ് തടയുകയും ചെയ്യും. 6 മാസം മഴയുള്ള കേരളത്തിന് ഇത് വളരെ അനുയോജ്യം. മാത്രമല്ല കർഷകന് ഇതൊരു നല്ലൊരു വരുമാന സ്രോതസ്സു കൂടിയാണ്. നല്ല മുളകൾക്ക് നല്ല വില ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. മുള നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ്. ചില പ്രത്യേകതരം മുളയുടെ ഷൂട്ട് ഭക്ഷ്യയോഗ്യമാണ്. കൂടാതെ നാവിൽ വെള്ളമൂറുന്ന മുളയരി പായസം മലയാളികളുടെ ഇഷ്ടവിഭവമാണ്. ഇത് മെഡിസിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. 1-2 മീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുളയുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ മുട്ടുകളിലും വെച്ച് കട്ട് ചെയ്ത് നമുക്കത് നട്ടു വളർത്താവുന്നതേ ഉള്ളൂ. ഓരോ മുട്ടിലും അതിൻ്റെ ബ്രാഞ്ചസ് സ്പ്രൗട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളിവിടെ ഒരു മുട്ട് എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് വേറൊരു ചെറിയ ബ്രാഞ്ച്, മുളയുടെ തന്നെ ഒരു ചെറിയ ബ്രാഞ്ച് അതിനകത്തിട്ട് വേര് പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ മുകളിലുള്ള ആ ബ്രാഞ്ചിനകത്തും പുതിയ ഇല വന്നു. താഴെ വെള്ളം നിറച്ച് വെച്ച ആ മുട്ടിലും പുതിയ ഇല വന്നതായിട്ട് കാണുകയുണ്ടായി. സാധാരണ ഞങ്ങൾ മണ്ണിൽ കുഴിച്ചു വെച്ചാണ് ഇല മുളപ്പിക്കുന്നത്. എന്നാൽ ഇതിങ്ങനെ കണ്ടതുകൊണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് മുളപ്പിച്ച് നമ്മുടെ പറമ്പുകളിൽ നടാൻ പറ്റുന്നതാണ്. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ ഇത് വെർട്ടിക്കലായിട്ട് നടാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടും നമുക്ക് മണ്ണിൽ ഇത് നടാവുന്നതാണ്. എങ്ങനെ നട്ടാലും അതിൻ്റെ ഷൂട്ട് മുകളിലേക്ക് പോയിക്കൊള്ളും. താഴെ വേരും പിടിച്ച് അത് വലിയ മരമായിട്ട് തീരും. പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ ഇട്ട് കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല. 2 ആഴ്ച മുമ്പ് പറമ്പിൽ വെർട്ടിക്കലായിട്ട് ഒരു മുട്ട് നട്ടതാണ് ഇപ്പോൾ മുളച്ച് ഈ പരുവത്തിന് നിൽക്കുന്നത്. ഇതിനി തന്നെ വളർന്നോളും. പിന്നെ ഇതിൻ്റെ അകലമാണ് പ്രധാനം. ഏകദേശം 5-6 അടി അകലം വിട്ട് നമ്മുടെ പറമ്പുകളുടെ അതിരിലൊക്കെയും വെച്ച് പിടിപ്പിച്ചാൽ ഇതൊരു നാച്ചുറൽ മതിലായിട്ടും കൂടെ ഇത് ഉപയോഗിക്കാം. ഈ മുളംകുറ്റി കൊണ്ട് ഇപ്പോൾ കാണുന്നത് പോലെ ഒരു കുറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടൊക്കെ ഇതിനകത്ത് ചുടുവാനായിട്ട് കഴിയും. പുട്ട് ഇഷ്ടപ്പെടാത്ത മലയാളികളില്ലല്ലോ. നാച്ചുറലായിട്ടുള്ള പുട്ടുകുറ്റി ആയതുകൊണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ള പുട്ട് ഇതിനകത്ത് നമുക്ക് പാകം ചെയ്യുവാനായിട്ട് കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭക്ഷണം നാം ഇതിനകത്ത് പാകം ചെയ്യുന്നതിന് മുമ്പ്, മീറ്റൊക്കെ നമ്മൾ സാധാരണ ചുടുകയൊക്കെ ചെയ്യാറുണ്ട് മുളംകുഴലിനകത്ത്. ആ മുളംകുഴൽ പാകം ചെയ്യുന്നതിന് മുമ്പ് അത് തിളപ്പിക്കണം. കപ്പയ്ക്കൊക്കെ ഉള്ളതുപോലെ ഒരു കട്ട് അല്ലെങ്കിൽ ഒരു ടോക്സിൻ ഇതിനകത്തുമുണ്ട്. അത് പോകുവാനായിട്ടാണ് നാം ഇത് തിളപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പുതിയ ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം.